ഹായ് ഫ്രണ്ട്സ്, ഞാൻ അനിൽകുമാർ. ലൈഫ് ഈസ് PSC കോച്ചിങ്ങിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. 9/11/2013 നടന്ന തിരുവനന്തപുരം ജില്ലയുടെ LDC എക്സാമിൻ്റെ ചോദ്യപേപ്പറിൽ GK ഭാഗത്തു നിന്നുമുള്ള കുറച്ച് ചോദ്യങ്ങളും അവയുടെ അനുബന്ധ ചോദ്യങ്ങളുമാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഈ ക്ലാസ്സിൻ്റെ പാർട്ട് 1 മുകളിലെ ഐ ബട്ടൺ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. അതിനു മുമ്പായി ഒരു കാര്യം, PSC ഉദ്യോഗാർത്ഥികൾക്ക് വളരെയധികം പ്രയോജനപ്പെടുന്ന ആലപ്പുഴ ജില്ലാ PSC ഓഫീസറുമായുള്ള ഇൻ്റർവ്യൂവിൻ്റെ വീഡിയോ ഈ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. മുകളിലെ ഐ ബട്ടൺ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ആ വീഡിയോയും കാണാവുന്നതാണ്. ആദ്യത്തെ ചോദ്യം, ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ റബ്ബർ ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം ഏതാണ്? കേരളമാണ്. കേരളത്തിലാണ് ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ റബ്ബർ ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം. എന്നാൽ കേരളത്തിൽ ഏറ്റവും കൂടുതൽ റബ്ബർ ഉൽപ്പാദിപ്പിക്കുന്ന ജില്ല ഏതാണെന്ന് ചോദിച്ചാൽ അത് കോട്ടയമാണ്. കോട്ടയം ജില്ലയിലാണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ റബ്ബർ ഉൽപ്പാദിപ്പിക്കുന്ന ജില്ല. കേരള റബ്ബർ ബോർഡിൻ്റെ ആസ്ഥാനം കോട്ടയം ജില്ലയിലാണ്. കേരള റബ്ബർ ബോർഡിൻ്റെ ആസ്ഥാനം കോട്ടയത്താണ്. ഇന്ത്യയുടെ വടക്കേ അറ്റം അറിയപ്പെടുന്നത് ഏത് പേരിലാണ് എന്നതായിരുന്നു മറ്റൊരു ചോദ്യം. ഇന്ദിരാ കോൾ എന്നാണ് ഇന്ത്യയുടെ വടക്കേ അറ്റം അറിയപ്പെടുന്നത്. അങ്ങനെയെങ്കിൽ ഇന്ത്യയുടെ തെക്കേ അറ്റം അറിയപ്പെടുന്നത് നമുക്കറിയാവുന്നതാണ്, ഇന്ദിരാ പോയിൻ്റ്. ഇന്ത്യയുടെ തെക്കേ അറ്റം അറിയപ്പെടുന്നത് ഇന്ദിരാ പോയിൻ്റ് എന്ന. ഇന്ദിരാ പോയിൻ്റ് എവിടെയാണെന്ന് അറിയാമല്ലോ, ആൻഡമാൻ നിക്കോബാർ ദ്വീപിലാണ് ഇന്ദിരാ പോയിൻ്റ് സ്ഥിതി ചെയ്യുന്നത്. ഇന്ത്യയുടെ കിഴക്കേ അറ്റം അറിയപ്പെടുന്നത് കിബുത്തു എന്നാണ്. ഇന്ത്യയുടെ കിഴക്കേ അറ്റമാണ് കിബുത്തു. ഇന്ത്യയുടെ പടിഞ്ഞാറേ അറ്റം അറിയപ്പെടുന്നത് ഗുഹർ മോട്ട എന്നാണ്. ഇന്ത്യയുടെ പടിഞ്ഞാറേ അറ്റം ഗുഹർ മോട്ട എന്നാണ്. ഇത് ഗുജറാത്തിലെ കച്ച് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഈ ചോദ്യപേപ്പറിലുണ്ടായിരുന്ന മറ്റൊരു പ്രധാന ചോദ്യമായിരുന്നു ഹിരാക്കുഡ് അണക്കെട്ട് സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏതെന്ന്. ഹിരാക്കുഡ് അണക്കെട്ട് ഒഡീഷയിലാണ്. ഒഡീഷയിലെ മഹാനദിയിലാണ് ഹിരാക്കുഡ് അണക്കെട്ട് സ്ഥിതി ചെയ്യുന്നത്. അങ്ങനെയെങ്കിൽ ഫക്രാനങ്കൽ അണക്കെട്ട് സ്ഥിതി ചെയ്യുന്നത് ഏത് സംസ്ഥാനത്താണ്? അത് പഞ്ചാബിലാണ്. പഞ്ചാബിലെ സത്ലജ് നദിയിലാണ് ഫക്രാനങ്കൽ അണക്കെട്ട് സ്ഥിതി ചെയ്യുന്നത്. മറ്റൊരു ചോദ്യമായിരുന്നു എന്നോർ തുറമുഖം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏതെന്ന്. എന്നോർ തുറമുഖം തമിഴ്നാട്ടിലാണ്. എന്നോർ തുറമുഖത്തിൻ്റെ പുതിയ പേര് കാമരാജ് തുറമുഖം എന്നാണ്. ഇന്ത്യയിൽ കൂടുതൽ മേജർ തുറമുഖങ്ങളുള്ള സംസ്ഥാനം തമിഴ്നാടാണ്. തമിഴ്നാട്ടിൽ 3 മേജർ തുറമുഖങ്ങളാണ് ഉള്ളത്. അപ്പോൾ ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ മേജർ തുറമുഖങ്ങളുള്ള സംസ്ഥാനം ഏതെന്ന് ചോദിച്ചാൽ അത് തമിഴ്നാടാണ്. തമിഴ്നാട്ടിൽ 3 എണ്ണമാണുള്ളത്. അത് ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ എന്നോർ തുറമുഖവും തൂത്തുക്കുടി, ചെന്നൈ, ഇങ്ങനെ 3 തുറമുഖങ്ങളാണ് തമിഴ്നാട്ടിൽ ഉള്ളത്. ഇന്ത്യയിൽ കൽക്കരി നിക്ഷേപത്തിൽ മുന്നിൽ നിൽക്കുന്ന സംസ്ഥാനം ഏതാണ്? ജാർഖണ്ഡാണ് ഇന്ത്യയിൽ കൽക്കരി നിക്ഷേപത്തിൽ മുന്നിൽ നിൽക്കുന്ന സംസ്ഥാനം, ജാർഖണ്ഡ്. മറ്റൊരു ചോദ്യം, ബാമിനി സാമ്രാജ്യത്തിൻ്റെ തലസ്ഥാനം ഏതാണ്? ഗുൽബർഗാണ് ബാമിനി സാമ്രാജ്യത്തിൻ്റെ തലസ്ഥാനം. ബാമിനി സാമ്രാജ്യത്തിൻ്റെ സ്ഥാപകൻ ആരെന്ന് ചോദിച്ചാൽ അത് അലാവുദ്ദീൻ ബാമൻ ഷായാണ്. ബാമിനി സാമ്രാജ്യത്തിൻ്റെ സ്ഥാപകൻ അലാവുദ്ദീൻ ബാമൻ ഷായാണ്. വിജയനഗര സാമ്രാജ്യം സന്ദർശിച്ച വെനീഷ്യൻ സഞ്ചാരി ആരെന്നായിരുന്നു മറ്റൊരു ചോദ്യം. അത് നിക്കോളോ കോണ്ടിയാണ്. വിജയനഗര സാമ്രാജ്യം സന്ദർശിച്ച വെനീഷ്യൻ സഞ്ചാരി നിക്കോളോ കോണ്ടിയാണ്. മറ്റൊരു ചോദ്യം, രാജ്യത്തിന് സ്വയം ഭരണം വേണമെന്ന ആവശ്യം ആദ്യമായി മുന്നോട്ട് വച്ച ഇന്ത്യയിലെ ധീരദേശാഭിമാനി ആരായിരുന്നു? ബാലഗംഗാധര തിലകനാണ് രാജ്യത്തിന് സ്വയംഭരണം വേണമെന്ന ആവശ്യം ആദ്യമായി മുന്നോട്ട് വെച്ച ധീരദേശാഭിമാനി ബാലഗംഗാധര തിലകൻ. സ്വാതന്ത്ര്യ സമരകാലത്ത് ഇന്ത്യയിൽ ചുവപ്പ് കുപ്പായക്കാർ എന്ന സംഘടനയ്ക്ക് രൂപം കൊടുത്തത് ആരാണ്? പത്താൻകാരാണ് ഇന്ത്യയിൽ ചുവപ്പ് കുപ്പായക്കാർ എന്ന സംഘടനയ്ക്ക്
രൂപം കൊടുത്തത്? പത്താൻകാർ. അടുത്ത ചോദ്യം വളരെ പ്രധാനപ്പെട്ടതാണ്, ഒരുപാട് പരീക്ഷകൾക്ക് ആവർത്തിച്ച് ചോദിച്ചതുമാണ്. 1930 ജനുവരി 26 ഇന്ത്യൻ സ്വാതന്ത്ര്യദിനമായി ആചരിക്കാൻ തീരുമാനിച്ച കോൺഗ്രസ് സമ്മേളനം ഏതായിരുന്നുവെന്ന്. അപ്പോൾ തൊട്ട് മുൻപത്തെ വർഷം നടന്ന കോൺഗ്രസ് സമ്മേളനത്തിലാണ് അങ്ങനൊരു തീരുമാനമെടുത്തത്. 1929 ലാഹോറിൽ വെച്ച് നടന്ന, ലാഹോർ ഇപ്പോൾ പാകിസ്ഥാനിലാണ്. അപ്പോൾ 1929 ലാഹോറിൽ വെച്ച് നടന്ന കോൺഗ്രസ് സമ്മേളനത്തിലാണ് 1930 ജാനുവരി 26 ഇന്ത്യയുടെ സ്വാതന്ത്ര്യദിനമായി ആചരിക്കാൻ തീരുമാനിച്ചത്. ഈ 1929 ലാഹോർ കോൺഗ്രസ്സിൽ അധ്യക്ഷൻ ജവഹർലാൽ നെഹ്റു ആയിരുന്നു. പൂർണ്ണ സ്വരാജ് പ്രഖ്യാപിച്ചതും ഈ 1929 ലാഹോർ കോൺഗ്രസ്സിൽ വെച്ച് തന്നെ ആയിരുന്നു. മറ്റൊരു ചോദ്യം, ശാശ്വത ഭൂനികുതി വ്യവസ്ഥ നടപ്പിലാക്കിയ വൈസ്രോയി ആരെന്നാണ്? കോൺവാലിസ് പ്രഭുവാണ് ശാശ്വത ഭൂനികുതി വ്യവസ്ഥ നടപ്പിലാക്കിയത്. ഇദ്ദേഹം തന്നെയാണ് ഇന്ത്യയിൽ പോലീസ് സംവിധാനവും കൊണ്ടുവന്നത്. ഓർത്തിരിക്കാൻ എളുപ്പമാണ്. പോലീസ് സംവിധാനം കൊണ്ടുവന്നത് കോൺവാലിസ്. കോൺവാലിസിൻ്റെ ലാസ്റ്റ് അക്ഷരങ്ങളും എന്താണ്? പോലീസ്, കോൺവാലിസ്. അത് ഓർത്തിരുന്നാൽ മതി. മറ്റൊരു ചോദ്യം, ആനന്ദമഠം എന്ന കൃതി രചിച്ചത് ആരാണ്? ബങ്കിം ചന്ദ്ര ചാറ്റർജി ആണ് ആനന്ദമഠം എന്ന കൃതി രചിച്ചത്. 1875 ബങ്കിം ചന്ദ്ര ചാറ്റർജി തൻ്റെ കൽക്കട്ടയിലുള്ള വീട്ടിൽ വെച്ചാണ് ഇന്ത്യയുടെ ദേശീയ ഗീതമായ വന്ദേ മാതരം രചിച്ചത്. സന്യാസി വിപ്ലവത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഇദ്ദേഹം രചിച്ച ആനന്ദമഠം എന്ന നോവലിലെ ഭവാനന്ദൻ എന്ന കഥാപാത്രം ആലപിക്കുന്ന ഗാനമാണ് ഈ വന്ദേ മാതരം എന്ന് പറയുന്നത്. ഈ വന്ദേ മാതരമാണ് പിന്നീട് നമ്മുടെ ദേശീയ ഗീതമായി അംഗീകരിച്ചത്. PSCയുടെ മറ്റൊരു സ്ഥിരം ചോദ്യമാണ്, ഇന്ത്യൻ മിസൈലുകളുടെ പിതാവ് ആരാണ്? APJ അബ്ദുൽ കലാമാണ് ഇന്ത്യൻ മിസൈലുകളുടെ പിതാവ്. അങ്ങനെയെങ്കിൽ ഇന്ത്യൻ മിസൈൽ വനിത എന്നറിയപ്പെടുന്നത് ആരെന്ന് ചോദിച്ചാൽ ടെസ്സി തോമസ് ആണ്. ഇന്ത്യൻ മിസൈൽ വനിത ആരാണ്? ടെസ്സി തോമസ്. 1961 പ്രഥമ ചേരിചേരാ സമ്മേളനം നടന്ന സ്ഥലം എവിടെയാണ്? ബെൽഗ്രേഡാണ്. യുഗോസ്ലാവിയയിലെ ബെൽഗ്രേഡിലാണ് 1961 പ്രഥമ ചേരിചേരാ സമ്മേളനം നടന്നത്. ഈ ചേരിചേരാ പ്രസ്ഥാനം എന്ന ആശയം ആരുടേതാണെന്ന് ചോദിക്കാം. VK കൃഷ്ണമേനോൻ. നമുക്കറിയാം, മലയാളിയാണ് VK കൃഷ്ണമേനോൻ. ഇന്ത്യയുടെ ആദ്യ പ്രതിരോധ മന്ത്രിയൊക്കെ ആയിരുന്നു. ഇദ്ദേഹമാണ് ചേരിചേരാ പ്രസ്ഥാനം എന്ന ആശയം കൊണ്ടുവന്നത്. മറ്റൊരു ചോദ്യം, താഷ്കൻഡ് കരാറിൽ ഒപ്പുവെച്ച ഇന്ത്യൻ പ്രധാനമന്ത്രി ആരാണ്? ലാൽ ബഹദൂർ ശാസ്ത്രിയാണ് താഷ്കൻഡ് കരാറിൽ ഒപ്പുവെച്ചത്. 1966 ജനുവരി 10 താഷ്കൻഡ് കരാർ ഒപ്പുവെക്കുന്നത്. ഇത് 1965 നടന്ന ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള യുദ്ധത്തെ തുടർന്ന് പാക് പ്രസിഡൻറ്റ് അയൂബ് ഖാനും അന്നത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രിയായിരുന്ന ലാൽ ബഹദൂർ ശാസ്ത്രിയും ചേർന്ന് ഒപ്പുവെച്ച ഉടമ്പടിയാണ് ഈ താഷ്കൻഡ് കരാർ എന്നറിയപ്പെടുന്നത്. ഇതുപോലെ തന്നെ പ്രധാനപ്പെട്ട മറ്റൊരു ഉടമ്പടിയുണ്ട്, പരീക്ഷയ്ക്ക് സ്ഥിരം ചോദിക്കുന്നതാണ്, സിംല കരാർ. ഇത് 1972 അന്നത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയും സുൽഫിക്കർ അലി ഭൂട്ടോയും തമ്മിൽ ഒപ്പുവെച്ച ഉടമ്പടിയാണ്. അത് 71 യുദ്ധത്തെ തുടർന്നാണ് ഈ സിംല കരാർ ഒപ്പുവെക്കുന്നത്. സംസ്ഥാന ആസൂത്രണ ബോർഡിൻ്റെ ചെയർമാൻ ആരാണ്? മുഖ്യമന്ത്രിയാണ് സംസ്ഥാന ആസൂത്രണ ബോർഡിൻ്റെ ചെയർമാൻ. അങ്ങനെയെങ്കിൽ ഇപ്പോൾ ആരാന്ന് ചോദിച്ചാൽ ആരാണ്? പിണറായി വിജയനാണ്. ഇപ്പോഴത്തെ കേരള മുഖ്യമന്ത്രി പിണറായി വിജയനാണ് നിലവിൽ കേരള സംസ്ഥാന ആസൂത്രണ ബോർഡിൻ്റെ ചെയർമാൻ, അല്ലെങ്കിൽ അധ്യക്ഷൻ. ചെയർമാൻ തന്നെയാണ് അധ്യക്ഷൻ. ഓക്കെ. കേരള സംസ്ഥാന ആസൂത്രണ ബോർഡ് നിലവിൽ വന്നത് എന്നാണ്? 1967 കേരള സംസ്ഥാന ആസൂത്രണ ബോർഡ് നിലവിൽ വന്നത്. അപ്പോൾ കേരള സംസ്ഥാന ആസൂത്രണ ബോർഡിൻ്റെ നിലവിലെ വൈസ് ചെയർമാൻ ആരാന്ന് ചോദിച്ചാൽ അത് VK രാമചന്ദ്രനാണ്. നിലവിലെ വൈസ് ചെയർമാൻ VK രാമചന്ദ്രനും നിലവിലെ ചെയർമാൻ മുഖ്യമന്ത്രി പിണറായി വിജയനുമാണ്.
റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം ഒരുപാട് പരീക്ഷകളിൽ ചോദിച്ചിട്ടുണ്ട്. മുംബൈയാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം. 1935 റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ സ്ഥാപിതമായത്. കുറച്ച് പ്രധാന LIC, നബാർഡ്, UTI, SBI, സെബി ഇവയുടെയൊക്കെ ആസ്ഥാനം മുംബൈ തന്നെയാണ്. അപ്പോൾ ഇതിൽ നിന്ന് മനസ്സിലാക്കാവുന്ന ഒരു കാര്യം, ഈ പണമിടപാട് സംബന്ധിച്ച പല സ്ഥാപനങ്ങളുടെയും ആസ്ഥാനം, ഇന്ത്യയിലെ ആസ്ഥാനം മുംബൈയാണ്. അപ്പോൾ നിങ്ങൾക്ക് അറിയാൻ പാടില്ലെങ്കിൽ പോലും ശരി ഉത്തരത്തിലേക്ക് എത്താൻ പറ്റും. മുംബൈ ആയിരിക്കും മിക്ക പണമിടപാട് സ്ഥാപനങ്ങളുടെയും ആസ്ഥാനമായി വരുന്നത്. മറ്റൊരു ചോദ്യമായിരുന്നു, ഗ്രാമതല ആരോഗ്യം മെച്ചപ്പെടുത്താനുള്ള പദ്ധതി ഏതാണ്? അപ്പോൾ ദേശീയ ഗ്രാമീണ ആരോഗ്യ മിഷനായിരുന്നു അതിൽ ചോയ്സിലുണ്ടായിരുന്നത്. ശരി ഉത്തരം. ഇത് തന്നെയാണ് NRHM എന്നറിയപ്പെടുന്നത്. ഒരു പദ്ധതിയാണ്. നാഷണൽ റൂറൽ ഹെൽത്ത് മിഷൻ എന്നതാണ് NRHMൻ്റെ പൂർണ്ണരൂപം. എന്നാൽ ഇപ്പോൾ NRHM ഇല്ല. അതിപ്പോൾ അറിയപ്പെടുന്നത് NHM എന്ന് മാത്രമാണ്. നാഷണൽ ഹെൽത്ത് മിഷൻ എന്ന പേരിലാണ് ഈ പദ്ധതി ഇപ്പോൾ അറിയപ്പെടുന്നത്. മറ്റൊരു ചോദ്യം, അഫ്സ്പ കരിനിയമത്തിനെതിരെ പോരാട്ടം തുടരുന്ന വനിത ആരെന്നായിരുന്നു? ശരി ഉത്തരം ഇറോം ശർമിള. മണിപ്പൂരുകാരിയാണ് ഇറോം ശർമിള. മണിപ്പൂരിലെ ഉരുക്കു വനിത എന്നൊക്കെ അറിയപ്പെടുന്നത് ഈ ഇറോം ശർമിളയാണ്. അപ്പോൾ ഇത് 2013 ചോദ്യമായതുകൊണ്ടാണ് പോരാട്ടം തുടരുന്ന വനിത എന്ന് ചോദിച്ചത്. നിലവിൽ പോരാട്ടമൊക്കെ അവസാനിപ്പിച്ചു, ആ വാർത്തയൊക്കെ നമ്മൾ അറിഞ്ഞതാണ്. ഇതിലെ പ്രധാനപ്പെട്ടൊരു വസ്തുത എന്ന് പറയുന്നത്, എന്താണ് ഈ അഫ്സ്പ നിയമമെന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. ഇത് 1958 ഇന്ത്യൻ പാർലമെൻറ്റ് പാസ്സാക്കിയ സായുധ സേനയുടെ ഒരു പ്രത്യേക അധികാര നിയമമാണ് അഫ്സ്പ നിയമം എന്നറിയപ്പെടുന്നത്. ഈ നിയമപ്രകാരം സൈന്യത്തിന് ആരെ എപ്പോൾ വേണമെങ്കിലും അറസ്റ്റ് ചെയ്യാനും കേസൊന്നും എടുക്കാതെ ഇവരെ തടവിൽ വെക്കാനും അധികാരമുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു നിയമത്തിനെതിരെയാണ് ഇറോം ശർമിള പോരാട്ടം നടത്തിയത്. മറ്റു ചോദ്യങ്ങളായിരുന്നു, ഇന്ത്യൻ സ്ട്രഗിൾസ് എന്ന കൃതി ആരുടേതാണെന്ന്. സുഭാഷ് ചന്ദ്രബോസിൻ്റെ കൃതിയാണ് ഇന്ത്യൻ സ്ട്രഗിൾസ് എന്ന കൃതി. അതേ സാമ്യമുള്ളൊരു മറ്റൊരു പേരാണ് EK നയനാരുടെ ആത്മകഥയുടെ പേരെന്താണ്? മൈ സ്ട്രഗിൾസ് ആണ് EK നയനാരുടെ ആത്മകഥ. കേരളത്തിലെ മുൻ മുഖ്യമന്ത്രിയായിരുന്ന EK നയനാരുടെ ആത്മകഥയാണ് മൈ സ്ട്രഗിൾസ്. കേരളത്തിലെ മുഖ്യ വിവരാവകാശ കമ്മീഷണർ ആരെന്നാണ് മറ്റൊരു ചോദ്യം. വിൻസൺ M. പോളാണ് നിലവിൽ കേരളത്തിലെ മുഖ്യ വിവരാവകാശ കമ്മീഷണർ. നമ്മൾ നിലവിലെ മാത്രം പഠിച്ചാൽ മതി, 2013 പഠിക്കേണ്ട കാര്യമില്ല. കേരളത്തിലെ നിലവിലെ മുഖ്യ വിവരാവകാശ കമ്മീഷണർ ആരാണ്? വിൻസൺ M. പോളാണ്. അങ്ങനെയെങ്കിൽ ദേശീയ മുഖ്യ വിവരാവകാശ കമ്മീഷണർ ആരാണ്? പുതിയ ആളാണ്, സുധീർ ഭാർഗവയാണ് ദേശീയ മുഖ്യ വിവരാവകാശ കമ്മീഷണർ. ഇത്തരത്തിൽ കൂടുതൽ മുൻവർഷ ചോദ്യങ്ങളും അവയുടെ അനുബന്ധ ചോദ്യങ്ങളും അടങ്ങുന്ന ക്ലാസ്സുകളുമൊക്കെയായി ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. എൻ്റെ ക്ലാസ്സുകൾ നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്നുവെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ, ഷെയർ ചെയ്യൂ. താങ്ക് യു.